Good morning, good morning. ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ്. എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ കൊല്ലം ജില്ലയിൽ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ നിന്നാണ് വന്നത്. വെളുപ്പിനെ ഇറങ്ങിയതാ. ഓക്കെ. ഞാൻ ഈ ബിസിനസ്സിൽ വന്നിട്ട് ഏകദേശം 3 വർഷത്തിന് മുകളിലായി. ഞാനൊരു പ്രവാസിയാണ് കേട്ടോ. ഏകദേശം 18 വർഷത്തോളമായി പ്രവാസ ജീവിതത്തിലായിരുന്നു. ഇന്ന് കമ്പനിയുടെ ഡയമണ്ട് ഡയറക്ടറാണ്. അതുപോലെ 14 ലക്ഷം രൂപയുടെ ടാറ്റ നെക്സോൺ എന്ന് പറയുന്ന ഒരു കാറും സ്വന്തമാക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് കിട്ടുന്നതിനേക്കാളും കൂടുതൽ വരുമാനവും സ്വന്തമാക്കാൻ സാധിച്ചു. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാനിപ്പോ പ്രവാസിയാന്ന് പറഞ്ഞല്ലോ. മോദിക്കർ ബിസിനസ് ഇന്ത്യയിലല്ലേ നടക്കുന്നത്. വിദേശത്ത് UK മാത്രമേ ഇപ്പം ലോഞ്ച് ചെയ്തിട്ടുള്ളൂ. ഓക്കെ. അപ്പോ എങ്ങനെയാണ് ഡയമണ്ട് ഡയറക്ടറൊക്കെ ആയിട്ടുള്ളത്? ആരൊക്കെ എന്നെ ഇതിനു മുമ്പിട്ട് കണ്ടിട്ടുള്ളവരും ആരൊക്കെ ഉണ്ട്? കണ്ടിട്ടുണ്ട്. കൂടുതൽ ആൾക്കാരും സൂം മീറ്റിങ്ങുകൾ കണ്ടിട്ടുള്ളത് എങ്ങനെയായിരുന്നു? വണ്ടി ഡ്രൈവിംഗിന്റെ സ്റ്റിയറിംഗിന്റെ ഇടയിൽ കൂടെ മാത്രമാണ് ഇവരെല്ലാരും എന്നെ കണ്ടുകൊണ്ടിരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു 3 വർഷം മുമ്പാണ് മോദിക്കർ എന്ന് പറയുന്ന ഈ ഒരു അവസരം എന്റെ മുന്നിൽ വരുന്നത്. ഒരു ബിസിനസ് ചെയ്യണമെന്നുള്ള വളരെ ആഗ്രഹത്തോടു കൂടി വർഷങ്ങളായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്ന ജോലിയുടെ കൂടെ നമുക്കൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് വിട്ടിട്ട് നമുക്ക് മറ്റൊരു കാര്യം ചെയ്യാൻ സാധിക്കില്ലല്ലോ. സാധിക്കുമോ? അത് കളഞ്ഞിട്ട് ആ വരുമാനം കളഞ്ഞിട്ട് മറ്റൊന്ന് നമുക്ക് പരീക്ഷിക്കാൻ ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഞാനിങ്ങനെ സെർച്ച് ചെയ്ത സമയത്താണ് കോവിഡ് സമയത്ത് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ബിസിനസ്സുകളും പൂട്ടുന്ന സമയമാണ് അല്ലെ. എല്ലാ ബിസിനസ്സുകളും എല്ലാവരും ഒരുപാട് നഷ്ടത്തിലും മറ്റു കാര്യങ്ങളുമായിട്ട് അങ്ങനെ പോകുന്ന സമയത്താണ് എന്റെ റൂമിലുള്ള ഒരു സുഹൃത്ത് കുറച്ച് വീഡിയോസുകൾ അയച്ചു തന്നിട്ട്, നീ എന്തായാലും ഓൺലൈൻ ബിസിനസ് ഒക്കെ ട്രൈ ചെയ്യുന്ന ആളാണല്ലോ, നീ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ഈ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കാൻ പറഞ്ഞു. അപ്പോഴാണ് വീട്ടമ്മമാര് വീട്ടിലിരുന്നുകൊണ്ട് 1 ലക്ഷം രൂപയും അതുപോലെ തന്നെ കാറും ഒക്കെ എടുക്കുന്ന ഈ ഒരു വീഡിയോ ഞാൻ കാണാനിടയായത്. അങ്ങനെയാണ് മോദി കെയർ ഡയറക്ട് സെയിലിംഗ് എന്താണെന്നുള്ളത് പഠിക്കാൻ തയ്യാറായത്. അങ്ങനെയാണ് ഈ പറയുന്ന മോദി കെയറിലൂടെ ഇന്ന് എന്തുകൊണ്ട് എന്നെ പോലെയുള്ള പ്രവാസികൾക്കാണെങ്കിലും വീട്ടമ്മമാർക്കാണെങ്കിലും ഇന്നത്തെ ടെക്നോളജി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എന്തുകൊണ്ട് ബിസിനസ് ബിൽഡ് ചെയ്തുകൂടാ. ഞാൻ ദുബായിൽ ഇരുന്നുകൊണ്ട് ഒരു ഇന്റർനെറ്റ് കണക്ഷന്റെയും എന്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു മൊബൈൽ ഫോണിന്റെയും സഹായത്തിലൂടെയാണ് ബിസിനസ് ബിൽഡ് ചെയ്തത്. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ബിസിനസിന്റെ അനന്തമായിട്ടുള്ളൊരു സാധ്യതയല്ലേ ഇവിടെ തുറന്നു കാണിച്ചു തന്നിട്ടുള്ളത്. ഞാൻ ഈ ബിസിനസ്സില് ഒന്നുകൂടെ പരിചയപ്പെടുത്തുവാണെങ്കിൽ, പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ മറ്റെന്തുണ്ട് ഒരു അവസരം എന്ന് അല്ലെ. എല്ലാ പ്രവാസികളായിട്ടുള്ള എത്ര പേരുണ്ട് ഇവിടെ? പുതിയതായിട്ട് വന്നവർ എത്ര പേരുണ്ട്? ഒരുപാട് പേരുണ്ട് അല്ലെ. ഓക്കെ. അപ്പൊ തീർച്ചയായിട്ടും അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് പ്രവാസികൾക്ക്, ഞാനൊരു പ്രവാസി ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, പ്രവാസികൾക്ക് നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ മറ്റൊരു ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ് അല്ലെ. അവർ വീണ്ടും പ്രവാസി ആയിക്കൊണ്ടിരിക്കുക. എന്നാൽ ഇവിടെ നമുക്കറിയാം മോദി കെയർ എന്ന് പറയുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അവസരമുണ്ട്. ചെയ്യുന്ന ജോലിയുടെ കൂടെ 1 രൂപ പോലും മുതൽ മുടക്കില്ലാതെ ഒരു ഇന്റർനെറ്റ് കണക്ഷനും ഒരു മൊബൈൽ ഫോണും ഉണ്ടെങ്കിൽ ലോകത്തിന്റെ ഏത് കോണിൽ ഇരുന്നു കൊണ്ടും ടീം ഗ്ലോബൽ ഓർഗനൈസേഷൻ തരുന്ന സിസ്റ്റം ഫോളോ ചെയ്യുന്നതിലൂടെ നമുക്ക് വിജയിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. നമുക്ക് റെഗുലർ ആയിട്ട് തരുന്ന ഈ ബിസിനസ്സിൽ ഞാൻ ഈ പറയുന്ന സക്സസുകൾ ക്രിയേറ്റ് ചെയ്തത് നിരന്തരമുള്ള മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്തു എന്നുള്ളതാണ്. നിരന്തരമുള്ള മീറ്റിങ്ങുകൾ കൃത്യമായി, അത് ഓൺലൈനിലൂടെ കൃത്യമായി അറ്റൻഡ് ചെയ്യുകയും എന്റെ കൂടെ വരുന്നവരെയും അത് കൃത്യമായി ആ മീറ്റിങ്ങുകളിലൂടെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനും ശ്രമിച്ചു എന്നുള്ളതാണ്. ഇവിടെ നമുക്കിപ്പം നാട്ടിൽ ആണെങ്കിൽ ഇതുപോലെയുള്ള മീറ്റിങ്ങുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഡയറക്റ്റ് തന്നെ അച്ചീവേഴ്സിനെയും ലീഡേഴ്സിനെയും ഒക്കെ കാണാനുള്ള അവസരം നമുക്ക് ലഭിക്കുന്നുണ്ട് അല്ലെ. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള അവസരങ്ങൾ കിട്ടുന്നത് അത് മാക്സിമം ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചാൽ 100% ഉറപ്പാണ് നമുക്ക് ഈ ബിസിനസ്സിൽ എന്തും നേടിയെടുക്കാൻ സാധിക്കും.